ഹായ് നമസ്കാരം. ഞാൻ ഉണ്ണിമാഷാണ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം, ഇക്കണോമിക്സ് ആണ്. അപ്പോൾ പ്ലസ് ടുവിലെ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ച ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രോബ്ലംസും പിന്നെ കുറച്ച് തിയറി പാർട്ടായിരുന്നു. പക്ഷേ പ്ലസ് ടുവിലെ ഇക്കണോമിക്സ് ആണ് ശരിക്കും വൈഡായിട്ട് പഠിക്കേണ്ടത്. കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് പ്ലസ് ടുവിലെ ഇക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് അല്ലേ? യെസ്, നമുക്കറിയാം ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആഡം സ്മിത്ത് ആണ്. അത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ പ്ലസ് ടുവിലെ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടായിട്ടാണ്. അതായത് പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അതായത് മൈക്രോ ഇക്കണോമിക്സ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, അതായത് മാക്രോ ഇക്കണോമിക്സ്. അങ്ങനെ രണ്ട് പാർട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇനി ഇതിൽ പറയുന്നുണ്ട് ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അതായത് മൈക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആഡം സ്മിത്ത് തന്നെയാണ്. മൈക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആഡം സ്മിത്ത്. എന്നാൽ മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ്, അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ജെ എം കെയ്ൻസ് ആണ്. ജെ എം കെയ്ൻസ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അതായത് മൈക്രോ ഇക്കണോമിക്സ്. അപ്പം നമ്മൾ ആദ്യം ഇതിൽ പഠിക്കുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്, അതായത് ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറയാം. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരാം കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഉറവിടം, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, പിന്നെ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, പിന്നെ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്കറിയാം ഫാദർ ഓഫ് മൈക്രോ ഇക്കണോമിക്സ് അല്ലേ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് നമുക്കറിയാം തീർച്ചയായിട്ടും. അത് ആരാണ്? ആഡം സ്മിത്ത് ആണ് അല്ലേ. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. യെസ്, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. യെസ്, ഫസ്റ്റ് ചാപ്റ്ററിലേക്ക്. ഇവിടെ ഈ ഗൃഹഭരണം അതായത് ഹൗസ് ഹോൾഡ്, അതായത് ഗൃഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കോണോമിയ, ഗൃഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കോണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചത്. അതായത് ഓയിക്കോണോമിയ, അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം. OIKONOMIA, ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് ഗൃഹഭരണം, ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഗൃഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമിയ എന്ന ഗ്രീക്കു പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചത്. ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രീയ ധനശാസ്ത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യകാലത്തൊക്കെ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ്, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയ ധനശാസ്ത്രം, അതായത് പൊളിറ്റിക്കൽ ഇക്കണോമി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പണ്ട് കാലത്ത്.
ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പൊളിറ്റിക്കൽ ഇക്കണോമിക്ക് പകരം ഇക്കണോമിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുമ്പോൾ അൻ എക്കണോമിസ്റ്റാണ്, ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അപ്പോൾ ഈ ആൽഫ്രഡ് മാർഷലാണ് പൊളിറ്റിക്കൽ ഇക്കണോമിക്ക് പകരം ഇക്കണോമിക്സ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത് ആദ്യം. യെസ്. പിന്നെ നമുക്കറിയാം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് നമുക്കറിയാം ആഡം സ്മിത്ത് ആണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. യെസ്. അപ്പോൾ ഗൃഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചത്. ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രീയ ധനശാസ്ത്രം, അതായത് പൊളിറ്റിക്കൽ ഇക്കണോമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ പറഞ്ഞു ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പൊളിറ്റിക്കൽ ഇക്കണോമിക്ക് പകരം ഇക്കണോമിക്സ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. യെസ്. അപ്പോൾ ഗൃഹഭരണം എന്നർത്ഥമുള്ള ഓയിക്കണോമിയ അത് പഠിച്ചു വെക്കണം കേട്ടോ. എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചത്. അപ്പോൾ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ ഇക്കണോമിക്ക് പകരം ഇക്കണോമിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ഇക്കണോമിസ്റ്റ് ആൽഫ്രഡ് മാർഷലാണ്. യെസ്. ഇനി നമുക്ക് ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ നിർവചനം, ഡെഫിനിഷൻ അതിലേക്ക് വരാം കേട്ടോ. ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഡെഫിനിഷനാണ്, നിർവചനമാണ്. യെസ്. അപ്പോൾ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഡെഫിനിഷൻ, അത് ഫസ്റ്റ് ഡെഫിനിഷൻ മെൻഷൻ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത് കേട്ടോ. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത് നമുക്കറിയാം ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആണ്, ലൈക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത്. കൂടാതെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവും കൂടിയാണ് ആഡം സ്മിത്ത്. ഇനി ആഡം സ്മിത്തിൻ്റെ നിർവചനം, അദ്ദേഹം ഇക്കണോമിക്സിന് കൊടുത്ത എന്ന സബ്ജക്റ്റിന് കൊടുത്ത ഡെഫിനിഷൻ എന്തായിരുന്നു? ഈ ഡെഫിനിഷൻ വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ഒരു ഡബിൾ ഇൻവെർട്ടർ റൂമിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, സമ്പത്തിൻ്റെ സ്വഭാവം, സൃഷ്ടി, അവയുടെ വിനിയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആഡം സ്മിത്ത് അഭിപ്രായപ്പെടുന്നത്. അതായത് സമ്പത്തിൻ്റെ സ്വഭാവം, പിന്നെ സൃഷ്ടി, അവയുടെ വിനിയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. അതായത് സമ്പത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പറയാം, ഇന്ത്യ എന്ന രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്ത് എത്രത്തോളം സമ്പത്തുണ്ട്, പിന്നെ അതിൻ്റെ സൃഷ്ടി, ആ സമ്പത്ത് എങ്ങനെയാണ് ഉണ്ടായത്, പിന്നെ ആ സമ്പത്ത് എങ്ങനെയാണ് ഇക്കണോമിയിൽ വിനിയോഗിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഇക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത് അല്ലേ. സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇക്കണോമിക്സ്. പക്ഷെ നമുക്ക് ഈ ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. സിമ്പിളായിട്ട് പറയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതായിരുന്നു ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച്: സമ്പത്തിൻ്റെ സ്വഭാവം, സൃഷ്ടി, അവയുടെ വിനിയോഗം. അതായത് സമ്പത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് എത്രത്തോളം സമ്പത്തുണ്ട്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം സമ്പത്തുണ്ട്, പിന്നെ അവയുടെ സൃഷ്ടി, ആ സമ്പത്ത് എങ്ങനെയാണ് ഉണ്ടായത്, ദെൻ ആ സമ്പത്ത് എങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആഡം സ്മിത്ത് അഭിപ്രായപ്പെടുന്നത്. യെസ്. അപ്പോൾ ഈ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. സമ്പത്തിൻ്റെ സ്വഭാവം, സൃഷ്ടി, അവയുടെ വിനിയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആഡം സ്മിത്ത് അഭിപ്രായപ്പെടുന്നത്. യെസ്. ഇനി ഈ ആഡം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്,
ആ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ആഡം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറയാം. രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുമുള്ള ഒരന്വേഷണം. രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണം. അതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ. ആ പുസ്തകം പബ്ലിഷ് ചെയ്ത ഇയർ 1776 കേട്ടോ. 1776 അന്നാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അതായത് പുസ്തകത്തിൻ്റെ പേര് രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണം. ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ്. പബ്ലിഷ്ഡ് ഇയർ 1776. യെസ്, ഇത് ആഡം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കേട്ടോ. യെസ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് മുഖ്യമായിട്ടും 4 കാരണങ്ങളാണ്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഉറവിടം, അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 പോയിന്റ്സ്, ഈ 4 പോയിന്റ്സ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് മനുഷ്യൻ്റെ അപരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾ. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് മുഖ്യമായിട്ടും 4 കാരണങ്ങളാണ് അല്ലേ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പ്രധാനമായിട്ടും 3 കാരണങ്ങളിൽ നിന്നാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അപരിമിതമായ ആവശ്യങ്ങൾ. മനുഷ്യൻ്റെ അപരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾ. ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അപരിമിതമാണ്. എന്നാൽ ഇക്കണോമിയിലുള്ള വിഭവങ്ങളോ അത് വളരെ പരിമിതമാണ് അല്ലേ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്, എന്നാൽ ഇക്കണോമിയിലുള്ള സമ്പത്ത്, ധനം, അത് വളരെ പരിമിതമാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമത് പരിമിതമായിട്ടുള്ള വിഭവശേഷി അല്ലേ. പരിമിതമായിട്ടുള്ള വിഭവശേഷി, നമ്മുടെ ധനം, സമ്പത്ത്, അത് വളരെ പരിമിതമാണ്. ഇക്കണോമിയിലുള്ള ധനം, സമ്പത്ത്, റിസോഴ്സസ് ഉണ്ടായിരിക്കില്ലേ, ഇതൊക്കെ വളരെ പരിമിതമാണ്. പരിമിതമായിട്ടുള്ള വിഭവശേഷി അല്ലേ. ദെൻ മൂന്നാമത്തെ വിഭവങ്ങൾക്കുള്ള ഒന്നിലധികം ഉപയോഗങ്ങൾ. ഇപ്പോൾ ഒരു സാധനം തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. വിഭവങ്ങൾക്കുള്ള ഒന്നിലധികം ഉപയോഗങ്ങൾ. ഒരു സാധനം തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടാം. ദെൻ നാലാമത്തെ എല്ലാ ആവശ്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയല്ല. എല്ലാ ആവശ്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയല്ല. ഈ 4 കാരണങ്ങളാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ. ഒന്ന്, മനുഷ്യൻ്റെ അപരിമിതമായ ആവശ്യങ്ങൾ. 2, പരിമിതമായിട്ടുള്ള വിഭവശേഷി. 3, വിഭവങ്ങൾക്കുള്ള ഒന്നിലധികം ഉപയോഗങ്ങൾ. 4, എല്ലാ ആവശ്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയല്ല. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഒരു പ്രാവശ്യം കൂടി മെൻഷൻ ചെയ്യാം. മനുഷ്യൻ്റെ അപരിമിതമായ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവസാനിക്കുന്നില്ല അല്ലേ. ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് ഉണ്ടാവണമെന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ മനുഷ്യൻ്റെ അപരിമിതമായ ആവശ്യങ്ങൾ അത് എക്കണോമിയിലെ വിഭവങ്ങളെക്കാൾ കൂടുതലാണ്. ആവശ്യങ്ങൾ കൂടുതലും, എന്നാൽ വിഭവങ്ങൾ അല്ലേ, റിസോഴ്സസ് വളരെ കുറവാണ്.
പിന്നെ പരിമിതമായിട്ടുള്ള വിഭവശേഷി. നമുക്കറിയാം ഇന്ത്യ എന്ന രാജ്യം എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യ ആസ് എ ഡെവലപ്പിംഗ് കൺട്രി അല്ലേ. അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പൊതുവെ വിഭവങ്ങൾ വളരെ പരിമിതമാണെന്ന് പറയാം. പിന്നെ 3, വിഭവങ്ങൾക്കുള്ള ഒന്നിലധികം ഉപയോഗങ്ങൾ. ഇപ്പോൾ ഒരു വസ്തു തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടാം. ഇക്കണോമിയിൽ ഒരു വസ്തു തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. പിന്നെ എല്ലാ ആവശ്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയല്ല. എല്ലാ ആവശ്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയല്ല. അപ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് അല്ലേ, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ എല്ലാ ആവശ്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയല്ല. ഈ 4 കാരണങ്ങളിൽ നിന്നാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. യെസ്, അപ്പോൾ 4 പോയിന്റ്സ് കേട്ടോ. മനുഷ്യൻ്റെ അപരിമിതമായ ആവശ്യങ്ങൾ. സെക്കൻഡ്, പരിമിതമായിട്ടുള്ള വിഭവശേഷി. മൂന്നാമത്തെ, വിഭവങ്ങൾക്കുള്ള ഒന്നിലധികം ഉപയോഗങ്ങൾ. ഇപ്പോൾ ഒരു വസ്തു തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാം. ദെൻ നാലാമത്തെ, എല്ലാ ആവശ്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയല്ല. ഇങ്ങനെ. യെസ്, ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ താഴെ. യെസ്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ നമുക്ക് 3 രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ, നേരത്തെ പറഞ്ഞത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഉറവിടമായിരുന്നു, എവിടെ നിന്നൊക്കെയാണ് ഉടലെടുക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാവാം എന്നാണ് പറയുന്നത്. ഇവിടെ 3 പോയിന്റ്സ് കേട്ടോ. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ. ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഈ 3 പ്രശ്നങ്ങളാണ് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. നേരത്തെ പറഞ്ഞ 4 പോയിന്റ്സ് ഉറവിടായിരുന്നു. ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. പ്രധാനപ്പെട്ട 3 അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ. എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ. രണ്ടാമത്തത്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. 3, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്താണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഇത് സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ: എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, രണ്ടാമത്തെ പ്രോബ്ലം. മൂന്നാമത്തെ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഇനി 3 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഈ 3 പോയിന്റ്സ് അല്ലേ, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ, അത് ഫസ്റ്റ് പ്രശ്നം അല്ലേ, ഫസ്റ്റ് പ്രോബ്ലം ആണ്. സെക്കൻഡ് പ്രോബ്ലം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. സെക്കൻഡ് പ്രോബ്ലം. തേർഡ് പ്രോബ്ലം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. യെസ്, ഈ 3 പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ.